പായ്ക്കപ്പലിൽ ലോകം ചുറ്റി തിരിച്ചു വന്നപ്പോൾ നൽകിയ സ്വീകരണത്തിൽ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കെ പറഞ്ഞത് ഇതിന് പിന്നിൽ ശക്തിയായി പ്രവർത്തിച്ചത് 3 പേരാണ്. ഒന്ന് അച്ഛൻ, രണ്ടാമത് അമ്മ, മൂന്നാമത് ഭർത്താവ്. അമ്മയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചേരുന്നത്. നിങ്ങൾ 3 പേരുടെയും കാര്യം എടുത്തു പറയും. പ്രത്യേകിച്ചും അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. അച്ഛനാണ് ഈ നേട്ടം സമർപ്പിക്കുന്നതെന്ന്. ചെറുപ്പം മുതലേ അച്ഛൻ അവൾക്ക് എന്തിനും സപ്പോർട്ട് ആയിരുന്നു. എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അച്ഛൻ അതിന് അവളെ ധൈര്യസമേതം വിടണം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് അവൾ ചെറുപ്പം മുതലേ ബുള്ളറ്റ് ഓട്ടുന്ന കാര്യത്തിൽ ചെറുപ്പം മുതലേ അവളൊരു ബുള്ളറ്റ് ഓട്ടുന്ന ആളായിരുന്നു. അത് ബുള്ളറ്റ് ഓട്ടാനും പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം അതിൻ്റെ പിന്നെ റൈഫിൾ ഷൂട്ടിങ് അതെല്ലാം അച്ഛൻ വിടലുണ്ടായിരുന്നു. ഒന്നിനും ഒരു തടസ്സം ഉണ്ടാകാറില്ല. അച്ഛന്റെ സാന്നിധ്യം ഈ ദൗത്യത്തിൽ ഉടനീളം ഉണ്ടെന്നായിരുന്നു ദിൽന പറഞ്ഞത്. ഉണ്ട്. ദിൽനയുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷെ അതില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അച്ഛന്റെ സ്വപ്നം സഫലീകരിച്ചെന്നുള്ളൊരു അഭിമാനം മകൾക്കുണ്ട്. അതുണ്ട്. അച്ഛന്റെ സ്വപ്നം അച്ഛൻ കാണാൻ പറ്റിയില്ലെങ്കിലും പക്ഷെ മനസ്സുകൊണ്ട് അച്ഛൻ കാണുന്നുണ്ട്. എന്തായാലും അച്ഛന്റെ ആ ഒരു സ്വപ്നം പോലെ തന്നെ മകൾ എല്ലാ കാര്യത്തിലും വിജയിച്ചു വന്നു. അതിൽ അത്രയും സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ദൗത്യത്തിന് പോകുമ്പോൾ ഇതിന്റെ വെല്ലുവിളികൾ എന്താണെന്നോ പ്രതിസന്ധികൾ എന്താണെന്നോ എന്തെങ്കിലും അറിയായിരുന്നോ? തുടക്കത്തിലൊന്നും അത്ര ചിന്തിച്ചിട്ടില്ല കടലിൽ പോവുക. പക്ഷെ ഇതിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ ഓരോന്ന് കാണാൻ തുടങ്ങി. അഭിലാഷ് ടോമി സാറിൻ്റെ ഓരോ വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി. അന്നപ്പൊക്കെ വല്ലാതെ എതിർത്തിരുന്നു. ഞങ്ങൾ ആർക്കും താല്പര്യമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ എങ്ങനെ പോകുന്നത്. പിന്നെ അവളെ ഇഷ്ടമല്ലേ, അന്നിപ്പം ഞങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. ഈ സഹോദരി ഇങ്ങനൊരു ദൗത്യം ഇറങ്ങുന്ന സമയത്ത് പലരുടെയും ചിന്ത ഒരു സ്ത്രീയല്ലേ, ഒരു വനിതയല്ലേ, അവർക്ക് ഇത്രയും പോകാൻ കഴിയുമോ എന്നൊരു ചിന്ത. നിങ്ങളും ഒരു വനിതയാണ്, അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നോ? ഈ സ്ത്രീകൾക്കൊക്കെ ഇത്ര ഉയരത്തിൽ എത്തപ്പെടാൻ കഴിയുമോ? അങ്ങനെ ഒരിക്കലും എന്റെ അനിയത്തിനെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവളിപ്പോ ചെറുപ്പം മുതലാണെങ്കിൽ പോലും എല്ലാം ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ എന്റെ കൂടെ കളിക്കാൻ വരാണ്ട് മരം കയറാൻ പോവാം. പിന്നെ അതേപോലെ ക്രിക്കറ്റ് കളിക്കുക ബോയ്സിന്റെ കൂടെ. അവിടെ വീടിന്റെ അടുത്ത് കുറച്ച് ബോയ്സ് ഉണ്ടാവും, അവരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു വേറൊരു ടൈപ്പായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളത് അന്ന് മുതലേ അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആർമിയിലേക്ക് പോകണം എന്നായിരുന്നു മൈൻഡില്. അങ്ങനെയാണ് SSB എഴുതി നേവിയിലോട്ട് വന്നത്. അങ്ങനെയാണ് ആ നേവിയിലോട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു ചാൻസ് അവർക്ക് കിട്ടിയത്. നമുക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇവൾ ചെയ്യുന്നത് കാണുമ്പോൾ ഗൂസ് ബംസ് എനിക്ക് തന്നെ വരാറുണ്ട്. അപ്പൊ അതില് ഞാൻ ഭയങ്കര പ്രൗഡാണ് സത്യം പറഞ്ഞാൽ. അതിന്റെ അനിയത്തി ഇങ്ങനെ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത് ഒരു വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചതിൽ വലിയ സന്തുഷ്ടയാണ്. എന്റെ മകൾ ഇങ്ങനെ ഒരു ദൗത്യം വിജയിച്ച് വന്ന സമയത്ത് അത് വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ പെൺകുട്ടികളെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾ തന്നെയാണ് പറയുന്നത്. അതെ, പെൺകുട്ടികൾ തന്നെ. തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും ദിൽനയുടെ പോലെ ആകണം. എനിക്കൊരു മോളുണ്ട്, അതുകൊണ്ട് പറയുന്നത് അവർ പെൺകുട്ടികൾ തന്നെയാണ്, പുലികളായ പെൺകുട്ടികളാണ്. ഇത് ഈ ദിൽനയുടെ ചൂട് പിടിച്ച് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതിലും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ. വിനു തോമസിനൊപ്പം എസ്. ശരൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, ഗോവ.